ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച കോടതി പരിഗണിക്കും. പരാതി വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി രഞ്ജിത്ത് ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ നിലപാട്. ലൈംഗികാതിക്രമ കേസിൽ തെളിവുകൾ നിരത്തി രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇതിനായുള്ള കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച എറണാകുളം ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് രഞ്ജിത്ത് ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളും കോടതിയെ ബോധിപ്പിക്കും. സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെ പ്രതി ഭീഷണിയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ജാമ്യം ലഭിച്ചാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ്. പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ സ്ഥലമുണ്ടോ അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നീക്കും. ഞങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത്. കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ഫെഫ്ക ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് യൂണിയനുകളിൽ നിന്ന് രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തു. ഫോർട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെയാണ് രഞ്ജിത്ത് യുവനടിയോട് അപമര്യാദയായി പെരുമാറിയത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞു നിർത്തൽ, ലൈംഗികാതിക്രമം തുടങ്ങി 4 വകുപ്പുകൾ ചുമത്തിയാണ് രഞ്ജിത്തിനെതിരെയുള്ള കേസ്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.